നമസ്കാരം. പ്രധാന വാർത്തകൾ. വഖഫ് ഭേദഗതി നിയമത്തിന് ഭാഗിക സ്റ്റേ, ഇടക്കാല ഉത്തരവുമായി സുപ്രീം കോടതി. 5 വർഷമെങ്കിലും വിശ്വാസിയായിരിക്കണം എന്നതിനാണ് സ്റ്റേ. മെയ് മാസത്തിൽ വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിവെച്ചിരുന്ന ഹർജികളിലാണ് തീരുമാനം. ചീഫ് ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസുമാരായ വിനോദ് ചന്ദ്രൻ, അതുൽ എസ് ചന്ദൂർക്കർ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വിധി പറഞ്ഞത്. ഭേദഗതി വരുത്തിയ പ്രധാന ചില വകുപ്പുകൾക്കാണ് സ്റ്റേ. അന്തിമ ഉത്തരവ് വരുന്നവരെ വഖഫ് സ്വത്തുക്കളുടെ സ്വഭാവം മാറ്റരുത്. ജില്ലാ കളക്ടറുടെ അധികാരം സ്റ്റേ ചെയ്തു. KSUക്കാരെ മുഖംമൂടി ധരിപ്പിച്ച സംഭവം. വടക്കാഞ്ചേരി CI ഷാജഹാന് സ്ഥലം മാറ്റം. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്കാണ് മാറ്റിയത്. തൃശൂരിലെ മുള്ളൂർക്കരയിൽ KSU SFI പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പ്രതികളായ KSU പ്രവർത്തകരുടെ മുഖത്ത് കറുത്ത തുണിയിട്ട് കോടതിയിൽ ഹാജരാക്കിയതിൽ ഷാജഹാന് നേരത്തെ ഷോക്കോസ് നോട്ടീസ് നൽകിയിരുന്നു. താമരശ്ശേരിയിൽ നിന്ന് കാണാതായ 13കാരനെ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്തി. തമിഴ്നാട്ടിലെ മധുരയ്ക്ക് അടുത്തുള്ള ഉസ്ലാംപട്ടിയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. കോടഞ്ചേരി പഞ്ചായത്തിലെ ചൂണ്ടക്കുന്ന് 4 സെന്റ് ഉന്നതിയിലെ വിനീത് സജിത ദമ്പതികളുടെ മകനാണ് വിജിത്ത് വിനീത്. കോടഞ്ചേരി പോലീസ് വിജിത്തിനോടൊപ്പമുണ്ട്. വിജിത്തിനെ കണ്ടെത്തിയ വിവരം അന്വേഷണ സംഘം വീട്ടുകാരെ അറിയിച്ചു. കൊല്ലത്ത് കിണറ്റിൽ വീണ 3 വയസ്സുകാരന് ദാരുണാന്ത്യം. കൊട്ടാരക്കര വിലങ്ങറ പീണറ്റിൻമൂട്ടിലാണ് സംഭവം. ബൈജു ധന്യ ദമ്പതികളുടെ മകൻ ദിലിനാണ് മരിച്ചത്. കളിക്കുന്നതിനിടെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ വീഴുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി കുട്ടിയെ പുറത്തെടുത്തെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ. നിയന്ത്രണം വിട്ട് സ്കൂൾ ബസ് മറിഞ്ഞ അപകടം. ഡ്രൈവർ അടക്കം 24 പേർക്ക് പരിക്ക്. കൊല്ലം നിലമേൽ വേക്കലിലാണ് അപകടം നടന്നത്. ഡ്രൈവർ അടക്കം 24 പേർക്ക് പരിക്കേറ്റു. കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 22 വിദ്യാർത്ഥികളാണ് ബസ്സിലുണ്ടായിരുന്നത്. പരിക്കേറ്റ കുട്ടികളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം. വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ എതിർപ്പ് തള്ളിയാണ് രാഹുൽ സഭയിലെത്തിയത്. രാഹുൽ സഭയിലെത്തുമോ എന്ന കാര്യത്തിൽ സസ്പെൻസ് നിലനിൽക്കവെയാണ് സഭ തുടങ്ങി 20 മിനിറ്റ് പിന്നിട്ടപ്പോൾ രാഹുൽ എത്തിയത്. പ്രത്യേക ബ്ലോക്കിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരുന്നത്. PK ഫിറോസിനെതിരെ യൂത്ത് ലീഗിൽ പടയൊരുക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് യൂത്ത് ലീഗിലെ ഒരു വിഭാഗം നീക്കം നടത്തുന്നത്. സംഘടനയെ മറയാക്കി ഫിറോസ് സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നാണ് വിമർശനം. ആരോപണങ്ങൾ തുടരുമ്പോഴും ഫിറോസിന് പ്രതിരോധം തീർക്കാതെ ഒഴിഞ്ഞുമാറുകയാണ് ലീഗ് നേതൃത്വം. PK ഫിറോസിനെതിരായി KT ജലീലിന് തെളിവുകൾ ലഭിക്കാൻ കാരണമായത് യൂത്ത് ലീഗിലെ പൊട്ടിത്തെറിയാണെന്നാണ് വിവരം. ലീഗിൽ നിന്ന് തന്നെയാണ് തനിക്ക് രേഖകൾ ലഭിക്കുന്നതെന്ന് ജലീൽ സമ്മതിച്ചിരുന്നു. ഇത് ഫിറോസിനെ ഉന്നമിട്ട് യൂത്ത് ലീഗിലെ ഒരു വിഭാഗം നടത്തുന്നതിന്റെ നീക്കങ്ങളുടെ ഭാഗമാണെന്നാണ് സൂചന. കൊട്ടാരക്കരയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം. 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്താണ് സംഭവം. പാലക്കാട് സ്വദേശി സഞ്ജയ്, കല്ലുവാതുക്കൽ സ്വദേശി വിജിൽ, അജിത്ത് എന്നിവരാണ് മരിച്ചത്. കൊട്ടാരക്കര അമ്പലത്തുംകാല റോഡിൽ നീലേശ്വരം ഗുരുമന്ദിരത്തിന് സമീപമായിരുന്നു അപകടം. ഇന്നുച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടമുണ്ടായത്. 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഒരു ബൈക്കിൽ 3 പേരും മറ്റൊരു ബൈക്കിൽ ഒരാളുമായിരുന്നു ഉണ്ടായിരുന്നത്. ബൈക്കുകൾ അമിത വേഗതയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസ്. മുൻ മന്ത്രി നീല ലോഹിതദാസൻ നാടാരെ കുറ്റവിമുക്തനാക്കി ഹൈക്കോടതി വിധി. ജില്ലാ കോടതിയുടെ ശിക്ഷാവിധിക്കെതിരെ നീല ലോഹിതദാസൻ നാടാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. നീല ലോഹിതദാസന്റെ അപ്പീൽ അംഗീകരിച്ച ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ശിക്ഷ റദ്ദാക്കുകയായിരുന്നു. കേസിലെ 1ാം സാക്ഷിയും പരാതിക്കാരിയുമായ IFS ഉദ്യോഗസ്ഥരുടെയും മറ്റ് സാക്ഷിക മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് നാടാരെ വിചാരണ കോടതിയും ജില്ലാ കോടതിയും ശിക്ഷിച്ചത്. എന്നാൽ പരാതിക്കാരിയുടെ മൊഴിയിൽ ചില അവ്യക്തതകൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ശിക്ഷാ നടപടി റദ്ദാക്കുകയായിരുന്നു. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകഞ്ചോലിയിൽ പ്രവേശിച്ച ചേർത്തല സ്വദേശി അനുരാഗ്. ഉച്ചയ്ക്ക് 2 മണിയോടെ രക്ഷിതാക്കൾക്കൊപ്പം എത്തിയാണ് അനുരാഗ് ദേവസ്വം അഡ്മിനിസ്ട്രേഷൻ രാധേഷിന് മുമ്പാകെ ജോലിയിൽ പ്രവേശിച്ചത്. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ദേവസ്വം ഓഫീസിൽ നിന്നുള്ള സത്യവാങ്മൂലവും എഴുതി ഒപ്പിട്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറുകയും ചെയ്തു. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകഞ്ചോലിയിൽ നിയമിച്ചിരുന്ന തിരുവനന്തപുരം ആര്യനാട് സ്വദേശി BA ബാലു രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ നിയമനം.